നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചത് മാർക്കോണ്. നിങ്ങൾക്ക് വല്ല നന്ദിയുണ്ടോ മാർക്കോന്റെ അതല്ല, എന്നാലും അവസാനം ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ മരിച്ചിട്ട് പോലും അവരെയൊക്കെ കൊന്ന് പ്രതികാരം തീർത്തു. അതാണ് ഞങ്ങളുടെ കുടുംബത്തെ ഒരു പാരമ്പര്യം. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാണ്. അവസാനം ഞങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിന് ഹോസ്പിറ്റലിൽ നിന്നും ഒരു പ്രണയം പൊട്ടിമുളയ്ക്കുക. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വെറും +2 കാരിയാണോ? ഒരു രീതിയിലും പ്രണയത്തിനുള്ള സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തും ഒരു വാഹനത്തിലും വെച്ചാണ്. അതെ, ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്ലാൻ ചെയ്ത് സാധാരണ എല്ലാവരും കോഫി ഷോപ്പിലോ വല്ല ഐസ്ക്രീം അനുസരിച്ചല്ലേ. അവർക്ക് ചിലപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ അയാളായിരിക്കും നല്ലത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കിയാലാണ് നന്നാവുക തോന്നുമ്പോ അവരെന്നെ ഒഴിവാക്കുന്നു. അപ്പോ എന്നെക്കാൾ ഇഷ്ടം വേറെ ആളുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അച്ഛന്റെ പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഇതൊരു ജനറേഷൻ പിന്നില്ല. ധ്രുവം കണ്ടിട്ടുണ്ട്, സദയം. ആ സിനിമയൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ വളരെ നല്ലവനായി ചെയ്തോണ്ട് ഞങ്ങളിത് കാണുന്നത് പാവം കൂടെ. അതുകൊണ്ട് എന്തെങ്കിലും നോക്കിയേ, ഇത് ഏത് കാരവാനിലാണ് ഈ സജിതയും സജിതയുടെ കൂട്ടാളികളും 3-4 ലേഡീസ് നമുക്ക് പുറത്ത് കയറി കഴിഞ്ഞാൽ അവര് ആ കാരവാന്റെ ബാക്ക് സൈഡിലാക്കാൻ ഈ കിടന്ന ഇടയ്ക്ക് എന്നെ ഇതേപോലെ പറഞ്ഞ് നിർബന്ധിച്ച് പാടിച്ച് റെക്കോർഡ് ചെയ്തതാ. അതിങ്ങനെ ഇടയ്ക്ക് ഇത് കേൾപ്പിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇല്ലാതാക്ക. ഇത് ഞാൻ പുറത്തു വിടുന്നതോ ഗ്രൂപ്പിലിടുന്നൊക്കെ പറയും, ഭീഷണിപ്പെടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ ഇതാ. ആൻസിയെ കണ്ടിട്ടാണ് മാർക്കോ വളർന്നത്. ഞാൻ വീട്ടിൽ AJD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റ് സുന്ദരി നീയും സുന്ദരം ഞാനും. ഇന്നത്തെ എപ്പിസോഡിലെ സുന്ദരിയും സുന്ദരനും ദാ ശ്രീജിത്തേണ്ടും സജിതയാണ്. ഹലോ, വെൽക്കം ടു ദ ഷോ. സുഖമായിട്ടിരിക്കുന്നല്ലോ? മാടപ്രാവുകൾ രണ്ടുപേരും. നിങ്ങളുടെ കഥ കേട്ടപ്പോഴുണ്ടല്ലോ, സാധാരണ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കഥയായിരുന്നു. ആരും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ലവ് സ്റ്റോറിയാണ് നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞത്. സാധാരണ പ്രണയം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കണത്. എവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഒരു പ്രണയം പൊട്ടിമുളയ്ക്കുക. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വെറും +2 കാരിയാണോ? പിന്നീട് മനസ്സിലാവുന്നവളല്ല, ഡിഗ്രിയിലേക്ക് എത്തി. ഇങ്ങനെയുള്ള കുറെ കഥകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആരാ സ്റ്റാർട്ട് ചെയ്യണേ? പറയൂ, നമുക്ക് ആ കഥയിൽ നിന്നും തുടങ്ങാം. പ്രണയകഥ ആദ്യം അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടതാരായിരുന്നു? ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ശ്രീചേട്ടനാണോ കണ്ടത്? അല്ല, ഹോസ്പിറ്റലിൽ വെച്ച് കാണുക എന്ന് പറയുന്നത് സംഭവിച്ചത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ. ആക്ച്വലി ആദ്യം കാണുന്നത് ഞങ്ങളുടെ കോമൺ റിലേറ്റീവിന്റെ ഒരു എൻഗേജ്മെന്റ് വെച്ചിട്ടാണ്. അവിടെ വെച്ച് കണ്ടു. അപ്പോൾ എന്റെ 29-ാം വയസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്റെ കല്യാണ അന്വേഷണം ഇങ്ങനെ കുടുംബരി കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ എന്റെ അമ്മ എല്ലാവരും ഒന്ന് ഒരു നല്ല നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഞാനും നല്ല നോട്ടം നോക്കുന്നുണ്ട്. ഞാൻ അപ്പൊ അങ്ങനെ നോക്കുന്ന കൂട്ടത്തില് ഒരു ധാവണി കൊടുത്തൊരു പെൺകുട്ടിയെ കണ്ടു. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, കുട്ടീൻ്റെ അവിടെ അങ്ങനെ നടക്കുന്നത്, ഒന്ന് അന്വേഷിച്ചോളോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പോയി അന്വേഷിച്ചു. അമ്മയ്ക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് നേരത്തെ പറഞ്ഞ +2 പഠിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞങ്ങളത് അങ്ങനെ വിട്ടു. പിന്നീട് മനസ്സിലായി, അത് വളരെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, ഈ കുട്ടി തന്നെയാണ്. അപ്പോൾ ഡിഗ്രിക്ക് കിട്ടിയ ഇൻഫർമേഷൻ റോങ് ആയിരുന്നു, ഡിഗ്രിക്കാണ് പഠിക്കണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ പിന്നീട് വിവരം കിട്ടി. പക്ഷെ അതൊക്കെ അറിയുന്നത് ഞങ്ങളൊന്ന് പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ കുട്ടി ഈ കുട്ടിയായിരുന്നു എന്നൊക്കെ അറിയുന്നത്. പിന്നെയാണ് കോളേജിലൊരു മീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അതായത് ഇന്ന ആള് തന്നെയാണ് ഇത് എന്നൊക്കെ മനസ്സിലായതിനു ശേഷമുള്ള മീറ്റിംഗ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ളത്. അതും ആക്സിഡന്റലി നടന്നതല്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് സംസാരിച്ചിരുന്നു. വീണ്ടും എന്നെ ഞെട്ടിപ്പിക്കുകയാണല്ലോ. പ്ലാൻ ചെയ്ത് സാധാരണ എല്ലാവരും കോഫി ഷോപ്പിലോ വല്ല ഐസ്ക്രീം ഹോസ്പിറ്റലേ പറ്റിയുള്ളൂ. അപ്പൊ അതായത് ശരിക്ക് കോളേജിലെ പരിപാടിക്ക് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. പിന്നെ അതിനുശേഷം ആദ്യത്തെ മീറ്റിംഗിന് ശേഷം ഒരു പരിപാടിക്ക് വേണ്ടി വിളിച്ചു. അപ്പൊ ആ സമയത്ത് ഏതൊരു സിനിമയുടെ അന്ന് തുടങ്ങിയിട്ടുണ്ട് അവര്. അപ്പൊ അത് ഷൂട്ടും കാര്യങ്ങളുമായിട്ട് അതിന് വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ആ വിളി അങ്ങ് കണ്ടിന്യൂ ചെയ്തു.
അപ്പോഴും ആളെ കണ്ടിട്ടൊന്നുമില്ല കേട്ടാ. ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞവര് ആദ്യമേ നോട്ടമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അപ്പൊ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ ഇതാണ് ആള് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ആളെ മനസ്സിലായി. അപ്പൊ ഏകദേശം നമ്മള് ഫോൺ കണ്ടിന്യൂ ചെയ്തു. പിന്നെ എന്നെ കണ്ടിട്ടുണ്ട്. സെൽഫോണൊന്നും ഇല്ല. അന്ന് ഈ LG-യുടെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇവരുടെ കോൾ. എനിക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഞാൻ പിന്നെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. പുറത്ത് ചാടുന്ന സമയത്തൊക്കെ വിളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് പ്രണയം. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ പ്രണയം അറിയ പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറച്ചാള് പ്രണയിച്ചിട്ടാണ് പിന്നെ കാണാനുള്ള സാഹചര്യം തൃശ്ശൂർക്ക് പ്രണയില്ല, സംസാരിക്കുന്നുണ്ട്. തൃശ്ശൂര് വരുമ്പോ എവിടെ വെച്ചാണ് കാണാൻ പറ്റുക. അപ്പൊ ഞാനീ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിൽ വരുന്നത് എന്റെ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു എനിക്കറിയില്ല. അതായത് എനിക്ക് ആളറിയാലോ. അപ്പോ ഞാൻ എന്തായാലും കാണുമ്പോ ഇത് ഭാവിയിൽ ഒരു പ്രണയത്തിലേക്ക് വളർന്നാൽ നല്ലത് എന്നൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ഒന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പൊ സൗഹൃദമുണ്ട്, അപ്പൊ കാണാന്ന് പറഞ്ഞു. അപ്പൊ എവിടെ കാണാൻ പറ്റുക എന്ന് സംസാരിച്ചപ്പോഴാണ് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അപ്പൊ പിന്നെ അവിടെ തന്നെ കാണാം എന്ന് പറഞ്ഞു. ഞാൻ പാലക്കാടാ പഠിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ തൃശ്ശൂര് വരുമ്പോ ഒരു ഹോസ്പിറ്റൽ ചെക്കപ്പും പരിപാടിയൊക്കെ ആയിട്ട് ശരി അവിടെ കാണാൻ തന്നെ അവിടെ വന്നിട്ട് കണ്ടു. കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതും ഒരു സാധാരണ നമ്മളിങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പ്രണയം മുളയ്ക്കണമെന്ന് വിചാരിച്ച് ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു നല്ല വേഷവും നല്ല വാഹനമൊക്കെ ഉപയോഗിക്കും. ഞാനൊന്ന് വന്ന വണ്ടി എന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ടയർ കമ്പനി ഉണ്ട്. അപ്പൊ ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ വേണ്ടിട്ട് ഒരു ഒമ്നി ഉണ്ട്, മറ്റേ മഞ്ഞ പെയിന്റ് അടിച്ച ഫ്രണ്ട് മഞ്ഞയും വെള്ളയായിട്ടൊരു ഒമ്നി കാർഗോ എന്ന പേര്. അപ്പൊ അതിന്റെ ടയറൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ ആ വണ്ടിയിലാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിലും പ്രണയത്തിനുള്ള സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തും ഒരു വാഹനത്തിലും വെച്ചാണ്. അപ്പൊ എത്ര സ്ട്രോങ് ആണ് പ്രണയം മനസ്സിലായി. എത്ര വർഷമായി സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങള് പരിചയപ്പെട്ടിട്ട് 20 വർഷമായി. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷം. ഓക്കെ. ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് യെസ് ഓർ നോ എന്ന് പറഞ്ഞ സെഗ്മെന്റ് ആണ്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഉത്തരം ജെനുവൻ ആയിട്ടുള്ള ഉത്തരം പറയാം. രണ്ടുപേരും ഒരേപോലെ യെസ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അതല്ല ഒരാൾ യെസും ഒരാൾ നോ ആയിട്ടാ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഞങ്ങൾ ഒരു പനിഷ്മെന്റ് തരും. ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ രണ്ടുപേരും അഭിനയിച്ച് തകർത്ത് രസിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം, വീട്ടിൽ ഏറ്റവും അധികം ദേഷ്യം വരുന്ന ആൾ സജിതയാണ് ആണോ? പെട്ടെന്ന് ഉത്തരം കിട്ടി. ഒരുപാട് അനുഭവം എന്നും കേൾക്കാറുണ്ടെന്ന് തോന്നുന്നു. ശ്രീതേട്ടൻ പെട്ടെന്ന് യെസ് എടുത്ത് കാണിച്ചു. ഇന്നും കിട്ടിയോ ചീത്ത? ഇന്നില്ല, ഇന്നലെ രാത്രി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറവാണോ? അതെന്ത് പറ്റി കുറയാൻ കാരണം? വീട്ടിലുണ്ടാവാറില്ലേ? അതായിരിക്കും അധികം സമയം. സാധാരണ എപ്പോഴും മുൻഷുണ്ടി എന്ന് പറഞ്ഞ കേൾക്കുന്നത് ആണുങ്ങൾക്കാണ്. ഇത് നേരെ തിരിച്ചാണ്. വയലന്റ് ആവുമ്പോഴത്തെ സജിത അതെങ്ങനെയാ ശ്രീതേട്ടാ എന്ന് പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് 18 നിങ്ങളുടെ കൂടെ ഒന്നും കൊണ്ടുപോയില്ലോ. ഹോസ്പിറ്റലിൽ വഴി ചുറ്റിക്കറങ്ങി എങ്ങോട്ട് തന്നെ കൊണ്ടേയാക്കാം. അത് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നല്ല മുൻഷൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്ക് മാത്രം ഭയങ്കര ഈ മുൻചുണ്ടിയും ദേഷ്യവും ഒക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ പരിചയമുള്ള ആരോട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ഓൾവേസ് സ്മൈലിംഗ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അവള് ചിരിച്ചു കഴുത്തിറക്കിയാണ്. ഞാൻ ചെന്ന എല്ലാ ലൊക്കേഷനിലും ഈവൻ മാർക്കോലും എന്നോട് ചെയ്യുമ്പോ അവരാകെ പറഞ്ഞിട്ടുള്ളത് ദയവ് ഇത് ചിരിക്കരുത്. സുമതി വളവിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് കാരവാനിലായിരിക്കുന്നതെന്ന്, കാരണം കുറെ ആർട്ടിസ്റ്റുള്ള കാരണം 2-3 എല്ലാത്തിനും 4-5 ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഒരു 3-4 കാരവാൻ അവിടെ ഉണ്ട് ഔട്ട്ഡോർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് ഏത് കാരവാനിലാണ് ഈ സജിതയുടെ കൂട്ടാളികളും 3-4 ലേഡീസ് നമുക്ക് പുറത്ത് കയറി കഴിഞ്ഞാൽ അവര് ആ കാരവാന്റെ ബാക്ക് സൈഡിലാക്കാൻ ഈ ചിരി പുറത്തേക്കാം. അപ്പൊ അങ്ങനത്തെ ചിരിക്കുന്ന ഒരാളാണെന്നാണ്
സമൂഹത്തിലുള്ള അഭിപ്രായം. മറ്റുള്ള മറുവശം എനിക്ക് എന്റെ മാത്രമേ മക്കൾക്കും അറിയുള്ളൂ. മക്കൾക്കും അറിയാം. മക്കൾക്കറിയാം. അല്ല എന്നാലും സജിത ചോദിക്കട്ടെ ശ്രീതട, ഞെട്ടിത്തെറിച്ചു പോയത് ആദ്യമായിട്ട് സജിതയുടെ ദേഷ്യം കണ്ടിട്ട് ഷോക്കായി പോവില്ലേ? ആരും പെട്ടെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ. അതിങ്ങനെ പതുക്കെയാണ് നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണോ? അല്ലാണ്ട് ഒറ്റടിക്ക് ഭയങ്കര ദേഷ്യത്തിൽ നമ്മൾ ഈ ഗ്രാഫ് മുകളിലേക്ക് കയറുന്നതും എന്റെ ഗ്രാഫ് മുൻചുണ്ടിന്ന് താഴത്തേക്ക് വരുന്നതും ഒരേപോലെയായിരുന്നു. ഇതിങ്ങനെ കയറുമ്പോൾ നമ്മള് ഇത് താഴ്ത്തി. ഞാൻ ഭയങ്കര റോഡ് റേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഒതുക്കി ഇപ്പൊ ഭയങ്കര എന്താ പറയാ സമാധാനപ്രിയനായിട്ട്. അങ്കിളിന്റെ അടുത്ത് ചോദിച്ചാൽ പറയാം അവൻ അത് തന്നെ വേണം, അവന് കറക്റ്റ് ആയിട്ടുള്ള കുട്ടീനെ, അല്ലെങ്കിൽ അവനാ ഇതായി വെച്ചേനെ. ഇപ്പൊ അവന് മേളിൽ ഒച്ചയ്ക്ക് ഇതായിട്ട് നല്ല സ്മാർട്ട് ആയിട്ട് നിൽക്കാൻ. അച്ഛനെക്കാട്ടിലും എനിക്ക് ഒരു പക്ഷെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയായിരുന്നു പറയണ്ടാവുക, എടാ നിന്നെ വരച്ച വരയിൽ നിർത്താൻ കേപ്പബിൾ ആയിട്ട്. പക്ഷെ അമ്മ എപ്പോഴും പറയാ ഞാൻ ഭയങ്കര പാവംകുട്ടിയാ. അല്ല എന്തായാലും നന്നായി, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഓക്കെ ശരി, അടുത്തത് പങ്കാളി കുക്ക് ചെയ്ത ഫുഡ് മോശമാണെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും കുക്ക് ചെയ്യാറുണ്ടല്ലോ, മോശമാണെങ്കിലും നല്ലതാണെന്ന് എല്ലാം പറയാം. മോശമാണ് അതിപ്പോ ഫുഡ് എന്നല്ല, അഭിനയായാലും എന്തായാലും മൊത്തം നോക്കി പറയും നിങ്ങൾ ചെയ്ത് ശരിയായില്ല, കട്ട് ആൻഡ് റൈറ്റ് ആണ്, പോളിഷ്ഡ് ആയിട്ടൊന്നും അല്ല പറയണേ. അല്ലല്ല, ഇത് തീരെ പോളിഷ്ഡ് അല്ല, ഞാൻ കുറച്ച് പോളിഷ്ഡ്. സജിത് എങ്ങനെയാ അത് പറയണമെന്ന് പറഞ്ഞ ശ്രീധർ തന്നെ അങ്ങനെ പറയാ. എനിക്ക് അങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് പറയാൻ അറിയില്ല. മനസ്സിൽ എന്താ തോന്നുക അത് അപ്പൊ അതിപ്പോ എന്നോടൊന്നല്ല, ജനറലി ആരോടായാലും നിങ്ങളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ളത് മനസ്സിലാവും. ഞാനത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ തമ്മിൽ മാത്രമേ അത്, ബാക്കിയുള്ളടത്ത് കുറച്ച് ഡിപ്ലോമസി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്, ഇതിന് പറ്റാറില്ല. ഓ എന്നാ ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ നമ്മളിപ്പോ ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാരുടെ അടുത്ത് ഒരു കാര്യം പറയണമെങ്കിൽ ഇത് പറഞ്ഞാൽ ദേഷ്യപ്പെടുമായിരിക്കുമോ, ഇതെന്നെ കുറച്ചും കൂടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറയാം എന്നൊക്കെ നമ്മളിങ്ങനെ കയറി, ഇവിടെ അതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ നേരെ തിരിച്ച് ശ്രീജിത്തേട്ടൻ ഈ കാര്യം അവളുടെ അടുത്ത് പറഞ്ഞാൽ അവള് സമ്മതിക്കുവോ, അവള് ദേഷ്യപ്പെടുവോ, അങ്ങനെ എന്തെങ്കിലും? ചിന്തിക്കേണ്ടി വരാറില്ല. അതിന്റെ പേരിൽ ചിലപ്പോ കുറച്ചു നേരം കൂടി പൊക്കോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് പൊതുവെ. മനസ്സിൽ തോന്നിയത് ഞാൻ പറയും, അവര് മനസ്സിൽ തോന്നിയത് എന്റെ അടുത്ത് പറയും. അപ്പൊ അത് ചിലപ്പോ രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞ പിന്നെ അതങ്ങ് തീരും. എല്ലാ ഫാമിലിയിലും ഉള്ള ഒരു, അത് എനിക്ക് തോന്നുന്നു ഞങ്ങള് തുടക്കം തൊട്ടേ അങ്ങനെയായിരുന്നു. ഈ പ്രേമിക്കുന്ന കാലത്തുള്ള സ്വഭാവം മാറി വരിക. സാറിന് എല്ലാരും പറയല്ലോ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ പ്രേമിക്കുന്ന കാലം തുടങ്ങി വഴക്കുണ്ട്. ഓ പ്രേമിക്കുന്ന കാലത്തെ മനസ്സിലാവുമായിരുന്നു ഞാനൊരു പുലിക്കുട്ടീനെയാ കെട്ടാൻ പോകുന്നത്. എനിക്ക് ഏകദേശം ധാരണ ഉണ്ടായി. പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു ഗ്രാഫ് എത്രത്തോളം ഇത്രയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ എന്തായാലും അങ്ങനെ എത്തിയില്ല, അപ്പൊ ഞാനങ്ങ് താഴത്തേക്ക് കൊണ്ടുവന്നു. ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതെ മക്കളുടെ അടുത്ത് വരും, മോനെ അമ്മ വെച്ചേക്കാൻ തുടങ്ങി, നമുക്കിനി അതെ വേണ്ട, വെറുതെ വേണ്ട. അതെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന സ്കൂള് തൊട്ടടുത്ത് 5 മിനിറ്റ് ഇല്ല, അതിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ 2 മിനിറ്റ് ബാക്കിയുള്ള സമയത്താണ്. അവിടെ ഫസ്റ്റ് ബെല്ല് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും എത്തിക്കും ആ സമയത്ത്. അപ്പൊ ഞാൻ ആളില്ലാത്ത സമയത്ത് എനിക്കത് പറ്റില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഒരു മിനിമം 5 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പൊ അതിനാണ്, അപ്പൊ ആ പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ കിട്ടും. അതിന്റെ കാലത്തുണ്ടായി, ഞാനതൊന്നും വില വെക്കാറില്ല, അതൊന്നും കണക്കിലില്ല, ശീലമായി. എല്ലാ ദിവസവും ഒരു ദിവസം സജിതയുടെ ഭാഗത്ത് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ അടുത്തത്, പരാജയപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും ശ്രീജിത്ത് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയായിരിക്കുമല്ലോ അങ്ങനെ ഒരു എനിക്ക് ഒന്നിനും പരാജയപ്പെടും എനിക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണോ? പക്ഷെ ഇതിന് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വ്യത്യാസം വന്നതിന്റെ കാര്യം പറയാനതാ. ഞാൻ ടാസ്കിന്റെ കാര്യത്തിലായിട്ട് ഒഴിവാക്കാൻ പറയുന്നതല്ല, രണ്ടുപേരുടെയും മൈൻഡ് സെറ്റിലുള്ള ഒരു ചെറിയ വ്യത്യാസമാണ്. എനിക്ക് എല്ലാത്തിനും നല്ല പോസിറ്റീവ് പ്രതീക്ഷയാണ്. ഏത് സിനിമ എന്നെ വിളിച്ചാലും എന്നെ സംബന്ധിച്ചോളം ആ പടം എന്തെങ്കിലും രീതിയിൽ നോട്ട് ചെയ്യപ്പെടുമെന്ന് എനിക്ക്
പ്രതീക്ഷയുണ്ട്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ കാസ്റ്റ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്ടറുടെ പേര് കേൾക്കുമ്പോഴോ കഥ കേൾക്കുമ്പോഴോ ഒന്നും ചിലപ്പോൾ ഭയങ്കര ഇംപ്രസീവ് ഒന്നും ആയിക്കോളുന്നില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും ഉണ്ടായത് എനിക്ക് തീരെ ഇംപ്രസീവ് അല്ലാത്ത സത്യം പറഞ്ഞു ഞാനുള്ള കാര്യം പറയില്ലേ, മേപ്പടിയാൻ എന്നുള്ള സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ഒന്നും ആയിരുന്നില്ല. എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വളരെ സാധാരണ സ്ക്രിപ്റ്റാണ്. ഞാൻ പിന്നെ നമുക്ക് വിഷ്ണുവിനോട് അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ അടുപ്പമൊന്നുമില്ല, സ്നേഹം പിന്നീടാണല്ലോ പരിചയപ്പെടുന്നത്. പിന്നെ എന്നെ ഒരു വേഷത്തിന് വിളിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. ഒരു എന്താ പറയുക, ഒരു മോശം സ്ക്രിപ്റ്റ് ഒന്നും അല്ലെങ്കിലും ഒരു സൂപ്പർ ഹിറ്റിനുള്ള ഒരു സാധ്യതയൊന്നും എനിക്ക് തോന്നിയില്ല. ടാസ്ക് എന്താന്ന് വെച്ചാല് മാർക്കോവിനെ പറ്റിയിട്ട് വാ തോരാതെ ഹസ്ബൻഡിനോട് പൊങ്ങച്ചം പറയണം. അതായത് എന്റെ ആങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ ആങ്ങൾ ഇതാണ് മാർക്കോ ആണല്ലോ, മാർക്കോനെ കുറിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേട്ടന് ഇഷ്ടമല്ലല്ലോ മാർക്കോനെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് സംഭവം, അതാണ് ടാസ്ക്. പറഞ്ഞോളൂ. മാർക്കോ ഭയങ്കര നല്ല മനുഷ്യനാണ്. നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചത് മാർക്കോ ആണ്. നിങ്ങൾക്ക് വല്ല നന്ദിയുണ്ടോ മാർക്കോന്റെ അതല്ല, കൊലയ്ക്ക് കൊടുത്തതൊന്നല്ല. എന്നാലും അവസാനം ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ മരിച്ചിട്ട് പോലും അവരെയൊക്കെ കൊന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയില്ലേ? പ്രതികാരം തീർത്തു. അതാണ് ഞങ്ങളുടെ കുടുംബത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. മാർക്കോയുടെ സിസ്റ്റർ അവസാനം ഞങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാരും മരിച്ചു. അതെ, ഞങ്ങൾ മരിച്ചു. അത് ഞങ്ങൾ മരിച്ചുപോയി, പക്ഷെ ഉരുണ്ടി കളിച്ചു. ഓക്കെ, ശരി. ടാസ്ക് 1 ഇതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നത്, ഇവരൊക്കെ ആ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത്. അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളും കണ്ട് എടുക്കണം കേട്ടോ. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ചോദ്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാതിരുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്? യെസ്, ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേർക്കും അല്ലെ? ശരിക്കും അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ കൂടെയുള്ള ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ്. എനിക്ക് ഇതിന് യെസ് പറഞ്ഞേക്കാളും നല്ലത് എന്നെ സംബന്ധിച്ചോളം പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കിട്ടാത്തതിനെ പറ്റി നമ്മൾ കാരണം അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവർക്ക് അതിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ദേ ഹാവ് ദെയർ റീസൺസ് ഫോർ ദാറ്റ്. അപ്പോൾ അതിനെനിക്ക് കംപ്ലൈൻറ്റും ഇല്ല, പറയേണ്ട കാര്യമില്ല, കാരണം അവരുടെ ശരിയാണ്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയത് അതിൻ്റെ മറ്റേ വശമാണ്. ഞാൻ ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ വർഷങ്ങളായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് ധൈര്യമായിട്ട് നിന്നോ, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ കുറേ വർഷങ്ങളായിട്ട്. ഞാൻ പേരെടുത്ത് പറയാം, തേജസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അയാൾ എൻ്റെ 9ാം ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് പോയതാ. ഞങ്ങൾ കൂടെ പഠിച്ച 9ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി, പല സ്ഥലത്തൊക്കെ പോയി. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് അയാൾ ഇപ്പോൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഓസ്ട്രേലിയയിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെയും ഇവരെയും ഒക്കെ വിളിച്ച് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും, ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അത്രയും ഉറപ്പ് തന്ന അതുപോലത്തെ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തുനിന്നും അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് അയാളിപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. നമുക്ക് സർപ്രൈസ്ഡ് ആണല്ലേ അങ്ങനത്തെ ഒരു നമുക്ക് അത് ഇഷ്ടം. അത് മാത്രമല്ല, അവൻ വന്നു, എൻ്റെ മക്കൾ ഭയങ്കര അവരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ പോകുന്നു. വേറൊരു മേഖല അങ്ങ് തുറന്നു കിട്ടി എൻ്റെ കുട്ടികൾക്കും. അവനും അത്യാവശ്യം എന്താ എഴുത്തും പരിപാടിയൊക്കെ ഉള്ള ഒരാളാണ്, നല്ല വെൽ ഇൻഫോംഡ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്കും അവനെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഭയങ്കര ഫാമിലിയും ഒന്ന് അടുത്തു. അപ്പൊ ചില സാധനങ്ങൾ, ചില കുഴപ്പങ്ങൾ പറ്റുമ്പോഴാണ് ചില സാധനങ്ങൾ നമുക്ക് കിട്ടുക. അപ്പൊ ചില നല്ലത് കിട്ടിയെന്ന് നമ്മൾ അതിൽ ആശ്വസിക്കാൻ പറ്റണ്ടേ. ശരി, അടുത്തത്. അച്ഛന്റെ സിനിമകളിലെ ചില രംഗങ്ങൾ കണ്ട് പേടിച്ചിട്ടുണ്ട്? ചെറുപ്പത്തിലാണെങ്കിലും പിന്നീട് അങ്ങോട്ടും ഇല്ല. കാരണം അദ്ദേഹം ആണെങ്കിലും ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളായിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ വില്ലന്മാരെ കാണുമ്പോൾ എപ്പോഴും കുഞ്ഞു കുട്ടികൾക്ക് പേടിയാണ്. ഇന്നത്തെ പോലെയല്ല, നമ്മൾ കുറച്ച് നമ്മുടെ ജനറേഷനിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പൊ നമുക്ക് കഥാപാത്രമായിട്ടല്ലേ നിങ്ങൾ കാണുന്നത്? അതോ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് എനിക്കും എൻ്റെ ചേട്ടനും ഞങ്ങൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് സിനിമാ നടൻ എന്നുള്ളത് സെക്കൻഡറി ആണ്. അതെന്റെ എല്ലാ സിനിമാ മക്കൾക്കും അങ്ങനെ ആയിരിക്കും, സിനിമാ നടന്മാരുടെ മക്കൾക്ക് നെപ്പോക്കിഡ്സിനൊക്കെ അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അച്ഛന്മാര് ആദ്യം നമുക്ക് അച്ഛന്മാർ തന്നെയാണ്. അച്ഛൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരായിട്ട്, അച്ഛൻ്റെ ഒരു ജോലിയായിട്ടല്ലേ നമ്മളത് കാണുന്നത്.
പുറത്തുനിന്ന് ആൾക്കാർ എങ്ങനെയാണ് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ പോയിന്റ് നോക്കുമ്പോൾ എനിക്ക് അച്ഛൻ സിനിമയിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വരുമ്പോൾ 100% എൻ്റെ അച്ഛനായിട്ടാണ്. അപ്പോൾ ഈ അച്ഛൻ എന്താണ് എന്നുള്ളത് ഞാൻ വീട്ടിലെത്തുമ്പോഴല്ലേ, അല്ലാണ്ട് സിനിമയിലെ ക്യാരക്ടർ നോക്കിയിട്ടല്ലോ ഞാൻ ജഡ്ജ് ചെയ്യുന്നത്. എന്നാലും അച്ഛന്റെ ഏതെങ്കിലും സിനിമ കണ്ടപ്പോഴേ ഒരു പേടി, ഒരു കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഒന്നും തോന്നില്ല. കാരണം നമ്മൾ സിനിമയിൽ പോകുമ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടൊക്കെ പോകണം. അപ്പോൾ അമ്മയാണല്ലോ നമ്മൾ അച്ഛനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അച്ഛൻ പലപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്നില്ല. അച്ഛൻ ആ സമയത്ത് സിനിമ മദ്രാസിൽ നടക്കുന്നതാണ്, മലയാളം മുഴുവൻ മദ്രാസിലാണ്. അപ്പോൾ അച്ഛൻ്റെ വരവ് ഞങ്ങൾക്കൊരു ഇവന്റ് ആയിരുന്നു പലപ്പോഴും. അതായത് മാസത്തിലൊരിക്കലൊക്കെ ഞങ്ങൾ കാണുന്നുള്ളൂ. അച്ഛനിടയ്ക്ക് വന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് പോകുന്നൊക്കെയുണ്ട്. പക്ഷെ ഞങ്ങൾ ആ പലപ്പോഴും അറിയുന്നില്ല. അപ്പോൾ പക്ഷെ അച്ഛൻ എന്നൊരാള് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ യാത്രകൾക്ക് കൊണ്ടുപോലും ഞങ്ങൾ വഴക്കൊക്കെ പറയുന്നുണ്ട് അച്ഛൻ. എന്നാലും അങ്ങനെ പാമ്പർ ചെയ്തൊന്നും ഞങ്ങൾ കൊണ്ടു നടന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അച്ഛൻ എന്ന 100% ബഹുമാനവും സ്നേഹവും ഒരേ സമയത്തുള്ള ഒരാളായിരുന്നു. അമ്മയും അതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതല്ലാത്തൊരു അച്ഛനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. സിനിമയിൽ കാണിക്കുന്നത് അഭിനയിക്കുന്ന എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലും എന്റെ അച്ഛനോട് ഒരു പേടി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ അച്ഛൻ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വരുമ്പോഴും സ്കൂളിലെ നാടകങ്ങൾ, ചില നാടകങ്ങൾ റിഹേഴ്സൽ കാണാനും ചില ഡയറക്ഷൻസ് കൊടുക്കാനൊക്കെ ആയിട്ട് അച്ഛനെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ടീച്ചറെ വിളിക്കാറുണ്ട്. അച്ഛൻ വന്നിട്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോഴും അച്ഛൻ സിനിമ കാണല്ല, ശ്രീജിത്തിന്റെ അച്ഛനാണ്. മനസ്സിലായില്ല? അപ്പോൾ ആ രീതിയിൽ എൻ്റെ അച്ഛനെ ഈ നാട്ടുകാർ പോയി മൂക്കനിക്കലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആർക്കും എൻ്റെ അച്ഛന് പേടിയൊന്നുമില്ല. അല്ല, പിന്നെ കുറെ ദൂരെ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ലിഫ്റ്റിൽ കയറുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞു പോയി, ഇപ്പോ 2 സ്ത്രീകൾ നിൽക്കുന്നു, അവർ പേടിക്കുന്നു എന്ന് പറയുന്നത് അച്ഛൻ തീരെ അറിയാത്ത ആൾക്കാരല്ലേ. അവര് സിനിമയിലുള്ള ക്യാരക്ടർ ആണോ ഇയാളെന്ന് വിചാരിച്ചിട്ട് അവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പേടി. ഞങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ എത്രയോ ആൾക്കാർ എന്റെ പുറകിൽ നിന്ന് ദേ വന്നു ദുഷ്ടൻ എന്ന് എന്റെ അച്ഛന്റെ എൻട്രിയിൽ വരുന്നത് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടാ പറഞ്ഞേക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചാൽ അച്ഛൻ ദുഷ്ടനല്ലാന്ന് എനിക്ക് 100% അറിയാം. പിന്നെ എനിക്ക് അത് ബോധറിയേണ്ട കാര്യമില്ല. സജിതയ്ക്ക് അങ്ങനെ എപ്പോഴെങ്കിലും, കാരണം പരിചയപ്പെട്ടതിന് ശേഷമാണല്ലോ ഇദ്ദേഹത്തിന്റെ മകനാണ് എന്നൊക്കെ അറിയണതും ഒക്കെ, പക്ഷെ അതിന് മുന്നേ നിന്ന് കാണുമ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ പോലെ തന്നെയാണല്ലോ ഈ ഒരു സിനിമ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങള് മറ്റേ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പോ ഫാമിലിയിൽ കണ്ടിട്ടൊക്കെ പരിചയമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഇവരുടെ ഒരു കസിനെയാണ്. അപ്പൊ ആ ആന്റിയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന രവിയേട്ടൻ ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ കേട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രീത്തിനെ പരിചയപ്പെട്ട് പിന്നീട് അച്ഛനെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അച്ഛന്റെ പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ധ്രുവം കണ്ടിട്ടുണ്ട്, സദയം. ആ സിനിമയൊക്കെ ആയപ്പോഴേക്കും അച്ഛൻ വളരെ നല്ലവനായി ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് പാവം ക്രൂരനാണ് എന്നെ ആദ്യമായി അച്ഛൻ വിളിച്ചിരുത്തി കാണിച്ച സിനിമ. നീ എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങളിന്ന് കാണുന്ന പാവം ക്രൂരനാ. അതുകൊണ്ട് എന്നെ നോക്കിയേ. നന്നായി. ശരി, അടുത്ത ചോദ്യം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ പാര പണിഞ്ഞിട്ടുണ്ട് ഉണ്ടോ? എവിടെന്നെങ്കിലും വിചാരിക്കാത്തോടത്തുനിന്ന് പാര കിട്ടിയിട്ടുണ്ടോ? റെഡിയാക്കണം. അടുത്ത ടാസ്ക് വേണം. എന്താ? ശരി, ഞാൻ പാരാന്ന് പറയില്ലായിരുന്നു. ഇതിന്റെ ഡെഫിനേഷൻ കുറച്ച് വ്യത്യാസം ആണല്ലേ? അത് ചെറുതായിട്ട് ഹേർട്ടായി. അത് അപ്പൊ തന്നെ പാരയായി. അപ്പൊ ഞാൻ എന്റെ മനസ്സിലെപ്പോഴും ഇത് അവരുടെ തീരുമാനമാണ്. അതൊരു പാരയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ചില ആൾക്കാരുടെ ജോലി എനിക്കെന്ന് വെച്ചാൽ എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് അവരുടെ ശരിയാണ്. അവർക്ക് ചിലപ്പോ ആ ക്യാരക്ടർ ചെയ്യാൻ അയാളായിരിക്കും നല്ലത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കിയാലാണ് നന്നാവുക തോന്നുമ്പോ അവരെന്നെ ഒഴിവാക്കുന്നു. അപ്പോ എന്നെക്കാൾ ഇഷ്ടം വേറൊരാളുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അത് ആ ഇഷ്ടം വരാനുള്ള കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, പല കാരണങ്ങളുണ്ടാവാം, എനിത്തിങ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഞാൻ അയാളോട് ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ അയാൾക്ക് ചില ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ അയാൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ അറിവിലല്ലെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെക്കാൾ നന്നായിട്ട് മറ്റേ ആൾ അയാളോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ നന്നായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു, പക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ഒരാൾ അപ്പോൾ അങ്ങനെ ചോയ്സ് വരുമ്പോ അപ്പുറത്തോട്ട് ചോയ്സ് പോകുമല്ലോ. മറ്റുള്ളവരുടെ ഇഷ്ടത്തെ അതെന്തുമാണെങ്കിലും അതിനെ അങ്ങനെ രീതിയിൽ അത് അംഗീകരിക്കാൻ അവര് ചെയ്ത് പാര നല്ലതാണ്. ചിലപ്പോ നമുക്ക് വെച്ച വേഷമായിരിക്കും വേറെ ആളെ വഴി അപ്പുറത്തോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ചിലപ്പോ അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും അതെന്തിനാ ഇപ്പൊ അവരോടൊക്കെ പറയാൻ പോണേ, പരിപാടി തുടങ്ങട്ടെ, ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു. നമുക്കൊരു സോ കോൾഡ് നെഗറ്റീവ് ചിന്താഗതിയും കുശുമ്പും കുന്നായ്മയൊക്കെ വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞു. അങ്ങനെ
അങ്ങനെയാണല്ലോ അതിനെ വളരെ എനിക്കത് സീ ത്രൂ ചെയ്യാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല, ആ, okay. എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ കാണാൻ. Okay. ഓണസ്റ്റ്ലി എനിക്കത് അങ്ങനെ എല്ലാത്തിലെയും പോസിറ്റീവ് സൈഡ് കാണാനാണ്. ഇപ്പൊ എനിക്ക് നമ്മളെ ഈ താല്പര്യമില്ല. പറഞ്ഞ മാതിരി നമ്മളെ നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് പോലും ഈ പറഞ്ഞ രീതിയിലാണ് എനിക്കത് approach. കാണാൻ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഞാനത് കണ്ടില്ല. അത് അവരുടെ ഒരു ശരിയിൽ അങ്ങനെ വിട്ടയക്കാം. അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം. അത് തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ. Okay. അപ്പൊ എന്തായാലും ടാസ്കിന് സമയമായി. ആർക്ക് ഈശ്വര task എനിക്ക് കൊടുക്കണം? ഇനി ഞാനൊരു ടാസ്ക് ചെയ്തു. ശ്രീധരന് കൊടുക്കാം. നോക്കട്ടെ എന്താ ടാസ്ക് നോക്കട്ടെ. പാർട്ട്ണറുടെ ഇതുവരെ ആരും അറിയാത്ത ഒരു ശീലം തുറന്നു പറയുക. എന്നാ ശ്രീധരൻ പറഞ്ഞോളൂ. അതിലെ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞു കഴിഞ്ഞു. ഈ ദേഷ്യപ്പെടൽ ആർക്കും അറിയാത്തൊരു ശീലമാണ്. അത് വളരെ വയലന്റ് ആയാൽ മാർക്കോയുടെ വയലന്റ് എന്ന് പറഞ്ഞാൽ മാർക്കോന്റെ സിസ്റ്റം, മാർക്കോന്റെ മേലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ ഇതാ യഥാർത്ഥ എന്നെ കണ്ടാണ് മാർക്ക് വളർന്നത്. ശരിക്കും അതെ, ആൻസിയെ കണ്ടിട്ടാണ് മാർക്കോ വളർന്നത്. കറക്റ്റ് കാസ്റ്റിംഗ്. പങ്കാളി പറഞ്ഞ ചളികൾക്ക് മനഃപൂർവ്വം ചിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ചളി പറയുമ്പോൾ നോ ഇല്ല. ചളി ഇഷ്ടം പോലെ പറയാറുണ്ട്. ചളി ഞാനാണ് ഇപ്പോഴും ചളി പറയാറുണ്ട്. വളരെ മോശം ചളിയാണ്. വല്ലപ്പോഴൊക്കെ പറയാറുണ്ട്. കൂടുതൽ ചളി പറയുന്നത് ഞാനാണ്. ആ ചളി ചിരിക്കാറില്ല. അതാണ് ആറ്റിറ്റ്യൂഡ്. അല്ലാതെ ചിരിച്ച് ഒന്നും ചെയ്യാറില്ല. ഇവരെല്ലാം ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടാണ് എല്ലാം തുറന്ന് അങ്ങനെ ഇങ്ങനെ പറയും. ഓക്കെ, ശരി. വഴക്കിനിടയിൽ ശരി നീ ജയിച്ചു എന്ന് പറയുന്നത് ശ്രീജിത്താണ്. മോളെ എന്തെടുത്തിട്ടും കാര്യമില്ല. സമ്മതിക്കൂല ശ്രീധരൻ. അതെ, മാർക്കോ ഇങ്ങനെ രാക്ഷസിയായിട്ട് വരുമ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കല്ല, അവൻ എന്നോട് സമ്മതിച്ചിട്ടൊന്നുമില്ല. അതായത് ഇതങ്ങും അലിഞ്ഞു പോവുക എന്നുള്ള രീതിയിലാണ് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതങ്ങനെ പതുക്കെ അലിഞ്ഞലിഞ്ഞേ ഇല്ലാതാവണം. അല്ല ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞൊക്കെ തെറ്റി, ഒരിക്കലും ഇല്ല, എന്റെ ഓർമ്മയിലില്ല. എന്തായാലും എന്താവോ ഞാൻ വീട്ടിൽ ഇവിടെ ഇറങ്ങി കഴിയുമ്പോ കാറിൽ തന്നെ ഇരുന്ന് കിട്ടും മിക്കവാറും. ഇന്നത്തേക്കും നാളത്തേക്കുള്ളത് ഞങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതെ, ഇനി ഇത് ക്യാരി ഫോർവേഡ് ചെയ്തൊരു 2 ആഴ്ച പോട്ടെ. ഓക്കെ, എന്ത് ഒന്ന് ആലോചിച്ചു എന്നിട്ടൊക്കെയാണ് നോ പറഞ്ഞത്. പക്ഷെ കാര്യമില്ല മോളെ, ഇത് ടാസ്ക് എടുത്തോളൂ. ടാസ്ക് ഇതാണ്. ഞാൻ 1, 2, 3 എന്ന് എണ്ണുമ്പോൾ രണ്ടുപേരും നിങ്ങൾക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് സോങ് പാടണം. കൊടുക്കണേ. നോക്കട്ടെ, പ്ലാൻ ചെയ്യരുത്, പറയരുത്. റെഡി? 1, 2, 3. നീലക്കടമ്പുകളിൽ ആരാധികെ രണ്ട് പാട്ടാണ് പാടാൻ പോയത്. അപ്പൊ അടുത്ത ടാസ്ക് ഇതിന് വേറെ ടാസ്ക് പലിശ. അതാണ് ശ്രീധരൻ പാടിയ പാട്ട് പാടിക്കും. ഞാൻ പാടില്ല. സൈത്ത് പാടുവോ? എന്നാ നിങ്ങൾ ആ പാട്ട് പറഞ്ഞു വിട്ടാ മതി. ആരാധിക നീ പാടിക്കോ. വേണ്ട, ഞാൻ പാടിയ ഗംഭീരം. എനിക്ക് അല്ല, അങ്ങനെ കൊറേ ഒന്നും പാടണ്ട, 2 പേര് പാടിയാ മതി. ജസ്റ്റ് ഒന്ന് തുടങ്ങി വിട്ടാ മതി. വെറുതെ ഇത്രക്കൊക്കെ ധൈര്യമുള്ള ആളാണ് ഒരു പാട്ട് പാടാൻ പേടിക്കണത്. ആരാധിക എനിക്ക് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഒരു പേര് പാടിയാ മതി. വേറെ വല്ല പിന്നെ ശ്രീധരൻ പാട്. എനിക്കറിയില്ല പാട്ട് വേണ്ട, പാട്ട് സെറ്റ് ആവൂല. പരിപാടി സെറ്റ് ആവൂല. ഇത്ര നാളത്തെ അഭിനയിച്ച് വാങ്ങിയ ഇഷ്ടവും ഇടയ്ക്കിടയ്ക്ക് ആരാധിക ഞാൻ പാടി തന്നെ കേൾപ്പിച്ചത്. അതാണ് പാടുന്നത് വിചാരിച്ചതാ. കാരണം ഞങ്ങൾ ആരാധിക ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ എന്റെ ശബ്ദം ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് വളരെ മോശമായിട്ട് കേൾക്കാം. അതിങ്ങനെ ഇടയ്ക്ക് കേൾപ്പിച്ച് എന്റെ ആത്മവിശ്വാസം തോർത്തുകൊണ്ടിരിക്കും. പിന്നെ കിടന്നു പോകുന്ന സമയത്ത് ഇടയ്ക്ക് എന്റെ വളരെ ശബ്ദം. എന്തിനാ ഞാൻ പാട്ട് പാടുന്നത് ഞാൻ ഇന്നവരെ അവകാശപ്പെട്ടിട്ടില്ല. വളരെ മോശമായിട്ട് പാടുന്ന ഒരാളാ. അന്ന് എന്നെ ഇതേപോലെ പറഞ്ഞ് നിർബന്ധിച്ച് പാടിച്ച് റെക്കോർഡ് ചെയ്തതാ. ചതിച്ചതാ. അതിങ്ങനെ ഇടയ്ക്ക് ഇത് കേൾപ്പിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കുക. എന്താ ചെയ്യാ?
അന്ന് ഞാനിത് അറിഞ്ഞില്ല. അതെ ഞാൻ ഭയങ്കര സ്നേഹത്തിന് നന്നായി പാടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ പോയി ചെയ്തോണ്ടിരിക്കും, ചിരിച്ചോണ്ട് കഴുത്തരക്കാന്നൊക്കെ പറയണത് മോനെ. അതാ ശരി, ഇത് ഞാൻ പുറത്തു വിടുന്നൊക്കെ ഗ്രൂപ്പിലിടുന്നൊക്കെ പറയും, ഭീഷണിപ്പെടുത്തും. ഭീഷണിപ്പെടുത്തും.